ഹൈക്കമാൻഡ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എംപിമാർക്ക് ആഗ്രഹിക്കാം, പക്ഷേ എംപി മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ളത് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതെ, അത് ശരിയാണ്. അവർക്ക് മത്സരിക്കാൻ പ്രത്യേക അയോഗ്യതയൊന്നുമില്ല, വിരോധമല്ല. പക്ഷെ ഇത്രയും ഒരു വലിയ വിജയമുണ്ടായൊരു പശ്ചാത്തലത്തിൽ എംപിമാർക്ക് ആഗ്രഹിക്കാം, പക്ഷെ അത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡല്ലേ. തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. മുതിർന്ന നേതാക്കളെയും ചെറുപ്പക്കാരെയും മുൻഗണന ചെറുപ്പക്കാർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. മുതിർന്ന നേതാക്കൾക്ക് മത്സരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവർക്ക് അവരുടെ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ പാർട്ടി തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കുമല്ലോ. ആ വിമർശനത്തിന് ശക്തമായ മറുപടി ഇന്നലെ തന്നെ കൊടുത്തു കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കറിയാം അവിടെ നമ്മൾ നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്ന വീടുകളുടെ തറക്കല്ലിടൽ നടക്കുകയാണ്. എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അതൊക്കെ എടുത്ത് തറക്കല്ലിടാൻ പോവുകയാണ് പ്രിയങ്ക ഗാന്ധി അടുത്ത ആഴ്ച. വെള്ളാപ്പള്ളി അല്ലല്ലോ സുബ്രഹ്മണ്യം അല്ലല്ലോ വെള്ളാപ്പള്ളിയോടുള്ള പിണറായിയുടെ സമീപനം ഇപ്പോൾ വളരെ വ്യക്തമായല്ലോ. ഇന്ന് പത്രങ്ങളിലൊക്കെ കണ്ടത് വെള്ളാപ്പള്ളി BJPക്ക് ധാർമ്മിക പിന്തുണ നൽകിയതിൽ മാർക്സിസ്റ്റ് അണികളിൽ വലിയ പ്രതിഷേധമല്ല. അപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നതിൻ്റെ പേരിൽ മറുപടി പറയാൻ ഞങ്ങളില്ല. പക്ഷേ വെള്ളാപ്പള്ളി രാവിലെ ഒരഭിപ്രായം, വൈകുന്നേരം ഒരഭിപ്രായം പറയുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വെള്ളാപ്പള്ളിയോടുള്ള CPMന്റെ സമീപനം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം കാറിൽ കയറ്റി വെള്ളാപ്പള്ളിയെ കൊണ്ടുപോയത് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി സ്വന്തം മുന്നണിയിലെ ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞു. ശരിയാ, ബിനോയ് വിശ്വമല്ല പിണറായി വിജയനാവാൻ ബിനോയ് വിശ്വത്തിന് സാധ്യമല്ല. അതുപോലെ സുബ്രഹ്മണ്യത്തിനോടുള്ള പരിഗണന പിണറായി വിജയനുള്ള പരിഗണനയിൽ നിന്ന് വളരെ വ്യത്യാസമായി. മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, അതൊക്കെ വാർത്തകളാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർക്ക് അർഹതയുള്ള സീറ്റ് അവർക്ക് ആവശ്യപ്പെടാം. പക്ഷെ അവർ വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. പലയിടത്തും ഈ ഉഭയകക്ഷി ചർച്ചകൾ നടക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഡിമാൻഡുകൾ വന്നാൽ തീർച്ചയായിട്ടും മുന്നണിക്കകത്ത് സംസാരിച്ച് സീറ്റുകളുടെ കാര്യത്തിൽ ഒരുപക്ഷെ ചിലപ്പോൾ എക്സ്ചേഞ്ച് വേണ്ടി വരും. ചിലപ്പോൾ ഏതെങ്കിലും സീറ്റ് കൂടുതൽ ചോദിച്ചാൽ അത് കൊടുക്കേണ്ടി വരും. അത് UDFന്റെ അടിത്തറ വിപുലപ്പെടുത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളുടെ അവകാശവാദങ്ങളെ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും.